നോക്കാം. വിവേചനവും വർഗീകരണവും സാമാന്യവൽക്കരണവും ഏത് സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങളാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വിവേചനവും വർഗീകരണവും ക്ലാസിഫിക്കേഷനും, അതായത് വർഗീകരണം ക്ലാസിഫിക്കേഷൻ, സാമാന്യവൽക്കരണം ജനറലൈസേഷൻ. തിരിച്ചറിയാനും വർഗീകരിക്കാനും സാമാന്യവൽക്കരിക്കാനും ഒരു കുട്ടിക്ക് പറ്റുന്നു എന്നുള്ളത് ആര് പറഞ്ഞ നിയമത്തിൻ്റെ, ഏത് നിയമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം ആരാണെന്ന്. ദ ആൻസർ ഈസ് ജെറോം എസ് ബ്രൂണർ. അതായത് നമുക്കറിയാം, ആശയ സമ്പാദന മാതൃക, അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസിദ്ധ അമേരിക്കൻ പെഡഗോഗിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പെഡഗോഗിസ്റ്റ് എന്നുള്ളതാണ്, ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ് ജെറോം എസ് ബ്രൂണർ. അദ്ദേഹത്തിൻ്റെ സ്പൈറൽ കരിക്കുലം, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അന്വേഷണാത്മക പഠന മാതൃക തുടങ്ങിയതൊക്കെ, കണ്ടെത്തൽ പഠനം, ഇതൊക്കെ ജെറോം എസ് ബ്രൂണർ മുന്നോട്ട് വെച്ച മാതൃകയാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിവേചനം, വർഗീകരണം, സാമാന്യവൽക്കരണം എന്നിവ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അഥവാ ആശയ സമ്പാദന മാതൃക എന്ന വിഭാഗത്തിൽ പെടുന്ന ചില ഘടകങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഇനി പറയാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ ബ്രൂണർ പറയുന്നു, ഒരാശയത്തിന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, ഒരാശയത്തിന് അതിൻ്റേതായ ഒരു പേര് ഉണ്ടായിരിക്കണം. 2, ആ ആശയത്തിന് ഉദാഹരണങ്ങൾ പറയണം. 3, ആ ആശയത്തിൻ്റെ ഉദാഹരണങ്ങളുടെ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കണം. 4, അത്തരം സവിശേഷതകളുടെ മൂല്യം എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. 5, ഇങ്ങനെയൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവസാനമായി ആ ആശയത്തിൻ്റെ നിയമം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്, ഒരാശയത്തിന് അതിൻ്റെ പേര് വേണം, അതുപോലെ അതിന് ഉദാഹരണങ്ങൾ വേണം, പിന്നെ ആ ഉദാഹരണങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയണം, പിന്നെ അത്തരം സവിശേഷതകളുടെ മൂല്യം എന്താണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു കുട്ടിക്ക് ആ ആശയത്തിൻ്റെ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരാശയത്തിൻ്റെ പേര്, ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ പഠിപ്പിക്കാൻ പോകുന്നത് നദിയെ കുറിച്ചാണ്, നദികളെ കുറിച്ചാണ്. സോ ആശയത്തിൻ്റെ പേര് നദി എന്ന്. ഇനി ആശയത്തിൻ്റെ ഉദാഹരണങ്ങൾ, ബ്രൂണർ പറയുന്നു, ആശയത്തിന് ഉദാഹരണങ്ങൾ പറയുമ്പോൾ 2 തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയണം. ഒന്ന്, ആശയത്തിന് ഉതകുന്ന, ആശയത്തിന് വേണ്ടുന്ന ഉദാഹരണങ്ങൾ. മറ്റൊന്ന്, ആശയത്തിന് എതിരായ ഉദാഹരണങ്ങൾ, അതായത് ആശയത്തിന് നിരക്കാത്ത ഉദാഹരണങ്ങൾ. അതായത് ആശയത്തിന് നിരക്കുന്ന ഉദാഹരണങ്ങളും ആശയത്തിന് നിരക്കാത്ത ഉദാഹരണങ്ങളും പറയണം. അപ്പോൾ ആശയത്തിന് നിരക്കുന്ന ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത് പമ്പ, പെരിയാറ്, അതേപോലെ ഭാരതപ്പുഴ. ഇതൊക്കെ ആശയത്തിന് നിരക്കുന്ന ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞത് എക്സംപ്ലേഴ്സ് എന്നാണ്. സോ ദീസ് ആർ ദ റിക്വയർഡ് എക്സംപ്ലേഴ്സ്. പിന്നെ നിരക്കാത്ത ഉദാഹരണങ്ങൾ കൂടി അതിൻ്റെ കൂടെ പറയണം. അപ്പോഴാണ് ഞാൻ പറയുന്നത് ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ, ഇതൊക്കെ. അപ്പോൾ ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ എന്നൊക്കെ പറയുന്നു. അപ്പോൾ 5 ഉദാഹരണങ്ങൾ പറഞ്ഞു. പമ്പ, പെരിയാർ, ഭാരതപ്പുഴ ഇത് വേണ്ടുന്ന ഉദാഹരണങ്ങളാണ്. എന്നാൽ ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ ഇവയൊക്കെ വേണ്ടാത്ത ഉദാഹരണങ്ങളാണ്. അപ്പോൾ വേണ്ടുന്ന ഉദാഹരണങ്ങളും വേണ്ടാത്ത ഉദാഹരണങ്ങളും കൂടി പറയണം. എങ്കിൽ മാത്രമേ
കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? വിവേചിച്ചറിയാനും, അതായത് വിവേചിച്ചറിയാനും വർഗീകരിക്കാനും അങ്ങനെ സാമാന്യവൽക്കരിച്ച് ഒരു നിയമത്തിൽ എത്തിച്ചേരാനും കുട്ടികൾക്ക് പറ്റൂ. ഇതാണ് ബ്രൂണർ പറഞ്ഞ വിവേചനം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഇതൊക്കെ ആശയ സമ്പാദന മാതൃകയുടെ ലക്ഷണങ്ങളാണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ നിങ്ങളോട് പറയാനുണ്ട്. അത് മറ്റൊരവസരത്തിലാവാം. എയിംസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഡോക്ടർ വി ബാലകൃഷ്ണൻ ഫോർ എയിംസ് സ്റ്റഡി സെൻറ്റർ. എയിംസ് സ്റ്റഡി സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, സോ ദാറ്റ് അവർ വീഡിയോ will be notified to you timely. Okay? See you again. Until then, goodbye.